അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്വ ചങ്ങായിമാർ, മങ്ങിലായിട്ട് വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ഗണിക്കത്തെ ബേജാറിലുള്ള ചൊമ്മത്ത ആൾമാറുള്ള അങ്ങകബേനായിട്ട് അദ്ഭുതമായ ഫലത്തൻ്റെ ഗണിക്കത്തെ ആത്മീയമായിട്ടുള്ള പരിഹാരമായിട്ടിക്കട് ഇൻ്റെ നാനികളൊട്ടിക ചൊല്ലത്. അൽഹംദുലില്ല, ഞങ്ങളെ ക്ലാസ് ചൊമ്മത്ത ആൾമാറും കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിലെ പിറുസ വെക്കട ഗണിക്കത്തെ ചൊമ്മത്ത ആൾമാറുള്ളാർ. അതിൻ്റെ കീഴിൽ ചൊമ്മ വിഷയ ചൊന്നിട്ടു ദ്വാർക്കു ഏൽപ്പിച്ചങ്ങ ഉള്ളാറ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്വ ചങ്ങായിമാർ, മക്കാൻ ചൊല്ലത് അള്ളാഹു തൻ്റെ വലിയ അനുഗ്രഹമായിട്ടിക്കട് ആ മക്കളെ കലിയും ചിരിയും അങ്ങ് ഔത്തിലിന്നേണ്ട് കണ്ടെങ്കിൽ നമുക്ക് വലിയ സന്തോഷവും വലിയ ഖുഷിയുമായിട്ടിക്കട്. അതായിട്ടിക്കട് പരിശുദ്ധമായ ഖുർആൻ ചൊന്നത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്ത്, മക്കങ്ങ ദുനിയാവുടെ അലങ്കാര, ദുനിയാവുടെ ചന്തായിട്ടിക്കിടയിട്ട് ആ മക്കാൻ ചൊല്ലത് അള്ളാഹു തന്നെ എനിക്കത്തെ വലിയൊരു അനുഗ്രഹമായിട്ടിക്കിടെ. മക്ക ഇല്ലാണ്ട് കണ്ടെങ്കിൽ അത് വലിയൊരു ബേജാറും വലിയൊരു ദുഃഖവും വലിയൊരു ദർദുമായിട്ടിക്കിടെ. മങ്ങിലായിട്ട് വർഷങ്ങളായിട്ട് മക്കയില്ലാൻ ചൊല്ല ഗണിക്കത്തെ ബേജാറുള്ള ഗണിക്കത്തെ ചൊമ്മച്ച് ആൾമാറുള്ളാർ. അങ്ങനെ ആ ദർദ്, ബേജാറ്, ദുഃഖ അത് അങ്ങക്ക് മാത്രമായിട്ടിക്കടെ അടുത്താവിടത്. അങ്ങനെയൊരു മക്ക എത്രയാണ്ട് കേൾക്കുമ്പോൾ സമയത്ത് അങ്ങനെ മനസ്സിലുണ്ടാവിടെ ഗണിക്കത്തെ ദുഃഖങ്ങ അത് വലിയതായിട്ടിക്കടെ. അതൊരു പരീക്ഷണമായിട്ടിക്കടെ. ഈ മക്കയില്ലാത്ത ഗണിക്കത്തെ ആൾമാരെ സമാധാനാക്കിട പോലത്തെ ആശ്വസിപ്പിക്കട ഗണിക്കത്തെ ചില ചരിത്രങ്ങ, ചില വിഷയങ്ങ പരിശുദ്ധമായ ഖുർആൻ അങ്ങ് ചൊന്തേണ്ടത് കാണ്ട് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങളായിട്ട് മക്കയില്ലാത്ത ഗണിക്കത്തെ വലിയൊരു ദുഃഖത്തിലും വലിയൊരു ബേജാറിലുമായിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലത് കാണ്ട് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് 120 വയസ്സും പെഞ്ഞായിക്ക് 98 വയസ്സായ കാലത്തിലും സക്കരിയ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു തആല മക്കളെ കൊടുത്തിട്ടില്ലാത്ത ആ സമയത്തിലും സക്കരിയ നബി അലൈഹിസ്സലാം ദുആർന്നത് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു. ഹുനാലിക ദഅ സക്കരിയ റബ്ബ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. ആ സമയത്തിലും സക്കരിയ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിടയിൽ ദുആർക്കിട റബ്ബേ നക്കൊരു നല്ല സന്താന, നല്ലൊരു മക്കളെ നീ തരണോ റബ്ബേ ആയിട്ടിക്കട്. ഇന്നക സമീഉദ് ദുആ, നീ ദുആ സ്വീകരിക്കണവനായിട്ടിക്കടേണ്ട. അതാ പരിശുദ്ധമായ ഖുർആനിലെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആർക്കിടതായിട്ടിക്കട. ഞങ്ങൾ ചൊന്തന എപ്പോൾ ഇത് വയസ്സായ സമയത്ത് 120 വയസ്സായ സമയത്തിലും പടച്ച റബ്ബിടയിൽ ദുആർക്കിടതായിട്ടിക്കട്. പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾ ചൊന്തേണ്ടത് സക്കരിയ നബി അലൈഹിസ്സലാം ചൊല്ലു ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ഷഖിയ. അതേ സക്കരിയ നബി അലൈഹിസ്സലാം ചൊല്ലു റബ്ബേ ഇതാ നൻ്റെ ശക്തിയെല്ലാം കുറഞ്ഞു വന്ന നാ ബലഹീനനായിടെ നൻ്റെ മുടിയെല്ലാം വൈറ്റായിട്ട് വയസ്സായിട്ട് നക്ക് ആയെങ്കില റബ്ബേ നിൻ്റെ ദ്വാർക്കിടത് നാ നിപ്പാട്ടില്ല, നീന തണ്ടാൻ ചൊല്ലത് ഉറപ്പായിട്ടിക്കട്, നൻ്റെ പ്രതീക്ഷ മുറിഞ്ഞിട്ടില്ലാണ്ടായിട്ടിക്കട്. ആ സമയത്തിലും മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പടച്ചോണ്ടയിൽ ചൊല്ലത് ആ വയസ്സൻ കാലത്തിൽ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. ആ സമയത്തിൽ അല്ലാഹു തആല ഈ യഹ്യാൻ ചൊല്ല ഗണിക്കത്തെ വലിയ നബിയെ സ്ഥാനം വഹിക്കട ഗണിക്കത്തെ ഈ യഹ്യാൻ ചൊല്ല ഗണിക്കത്തെ മോൻ്റെ സക്കരിയ നബി അലൈഹിസ്സലാമുക്ക് അല്ലാഹു തആല കൊടുത്തത് പരിശുദ്ധമായ ഖുർആനിൽ ചൊല്ലത് കണ്ട്. അതേപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുടെ ചങ്ങായും ചൊല്ലി ഗണിക്കത്തെ വലിയ സ്ഥാനം കിട്ടിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങളായിട്ട് മക്കയില്ലാണ്ട് അള്ളാഹു തആല പരീക്ഷിച്ചില്ലേ. ആയെങ്കിലും അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദ്വാർ നോയിത്ത
റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ സന്താനം നക്ക് തരണോട്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, നല്ല സബറുള്ള സമാധാനമുള്ള ഗണിക്കത്തൊരു കിടാവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊടുത്തു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലുല്ലേ, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബി ലസമീഉദ് ദുആ. പരിശുദ്ധമായ ഖുർആനിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു തആല മക്കളെ കൊടുത്തിട്ടാകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ സന്തോഷത്തിൽ അൽഹംദുലില്ലാഹ് പടച്ചോണ്ട് സ്തുതിച്ചത് ഖുർആനിലിതാ കാണ്ട് നിങ്ങൾക്ക്. അപ്പൊ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട നബിമാരെ സമയത്ത് അല്ലാഹു തആല മക്കളെ കൊടുക്കാട്ട് പരീക്ഷിച്ചതായിട്ട് ഇവിടെ ഖുർആൻ നിങ്ങൾ പഠിപ്പാട്ടി തണ്ടത്. അപ്പോൾ ഒരാൾക്ക് മക്കളെ കിട്ടാണ്ടിരിക്കുമ്പോൾ മക്കാവാണ്ടിരിക്കുമ്പോൾ അള്ളാഹു എൻ്റെ കയ്യിൽ ഇഷ്ടമല്ല, അള്ളാഹുക്ക് എൻ്റെ ഒട്ടിക്ക് അറുസായിട്ടിക്കണിട്ട് അങ്ങനെ നിരിക്കണ വേണ്ട. അത് അള്ളാഹുടെ ഒരു പരീക്ഷണമായിട്ടിക്കടെ. ആ സമയത്തിൽ സബറെടുക്കുമ്പോൾ അള്ളാഹു വലിയ പ്രതിഫലമായിട്ടിക്കടെ യജമാനനായ റബ്ബ് തണ്ടത്. ഇനി മക്ക ഇല്ലാത്ത കണിക്കത്തെ ആൾമാർ മക്ക ഉണ്ടാകുവേണായിട്ട് ആത്മീയമായ പരിഹാരം ഖുർആനും അള്ളാഹുടെ ഹബീബ് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും പഠിപ്പാടി തന്നത്. അതിൽ ഒന്നാമതായിട്ട് ഖുർആൻ പഠിപ്പാട്ടിയത് ഇസ്തിഗ്ഫാർ ആയിട്ടിക്കടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലണിക്കത്തെ ആ ഒരു ദിക്ർ അത് യാറെ ചൊല്ലുണ്ടായിട്ടിക്കടെ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് അങ്ങനെയല്ലേ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് ചൊല്ലടോ. അങ്ങനെ ചൊന്നേന് കണ്ടെങ്കിൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, മലയില്ലാത്തങ്ങക്ക് തന്നിയില്ലാത്തങ്ങ നിങ്ങൾ തന്നി കൊടുക്കുക. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, അങ്ങകതാ സമ്പത്ത് കൊടുക്കുക, മക്കളെ കൊടുത്തിട്ട് നിങ്ങൾ സഹായിക്കണാണ്ടിരിക്കട്. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പാടി തന്നത്. അപ്പോൾ മക്കയില്ലാത്ത കണിക്ക് ആൾമാർ ധാരാളമായിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇത് യാറെ ചൊല്ലുണ്ടായിരിക്കട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങക്ക് മക്കളെ കൊടുക്കണാണ്ടിരിക്കട്. അതേപോലെ രണ്ടാമത്തത് അതാ മക്കയില്ലാത്ത കണിക്ക് ആൾമാർ ആ നബിമാർ ദ്വാർന്നൊരു ദ്വാ ഉണ്ടല്ലേ, അത് എപ്പോഴും ദ്വാർ കൊണ്ടായിരിക്കട്. അതിൽ ഒന്നാമത്തെ ദ്വാ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ദ്വാർന്നത് റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ നല്ല സന്താനത്തെ മക്കളെ നീ നക്ക് തരണോ, നീ ദ്വാ കേൾക്കണോ സ്വീകരിക്കണോ ആയിട്ടിക്കണേ. ഇത് അർത്ഥമായിട്ട് ഇതിന്റെ അർത്ഥം ഇതായിട്ടിക്കടെ. അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദ്വാർന്നത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ മക്കളെ നീ തരണോട്ട്. അതേപോലെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളെ കണ്ണുക നല്ല സന്തോഷം തന്റെ സ്വാലിഹായ മക്കളെ തരണോട്ടായിരിക്കടെ. ഈ ഒരു ദുആ പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾ പഠിപ്പാട്ടി തന്നത്. അതേപോലെ റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ, ഇതും സക്കരിയ നബി അലൈഹിസ്സലാം ദ്വാർന്ന ദ്വായിട്ടിക്കട. അല്ലാഹുവേ നിന്റെ ഏകാംഗിയായിട്ട് നിന്റെ വൃത്തനായിട്ട് നീ ബാക്കിയാക്കിരണ്ട, നീ ആയിട്ടിക്കട. അനന്തര തൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവണ് നീനായിട്ടിക്കിടട്ട്. ഈ ഒരു ദ്വായുടെ അർത്ഥ. അപ്പൊ ഈ ഒരു ദ്വാ 4 ദ്വാ ഇപ്പൊ ഞാൻ ചൊല്ലുന്നേ. ഒന്നാമത്തെ ദ്വാ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അതേപോലെ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അതുപോലെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. ഈ ഒരു 4 ദ്വാ എപ്പോഴും മക്കയില്ലാത്ത കണിക്കത്തെ ആൾമാർ സദാസമയം ഓരോ നിസ്കാരത്തിൽ പിന്നെ തഹജ്ജുദ് സമയത്തിൽ ഈ ഒരു ദ്വാ ധാരാളമായിട്ട് ചൊല്ല. അതിൻ്റെ അർത്ഥം പാടുന്ന ചൊന്തന്നെ ആ അർത്ഥം കൂടി മനസ്സിൽ കരുതിട്ടെന്താക്കുക, ഈ ദ്വാ യാറെ ചൊല്ലുമ്പോൾ അള്ളാഹു സ്വാലിഹായ മക്കളെ തണ്ടാണ്ടായിടിക്കടെ. അതേപോലെ മഹാന്മാർ പഠിപ്പാട്ടി തൻ്റെ ഇതിനൊരു ആത്മീയമായ പരിഹാരമായിട്ടിക്കടെ. 21 അസറിൽ പിന്നെ അസർ നിസ്കാരത്തിൽ പിന്നെ 200 വട്ട
ആലിമ്രാൻ സൂറത്തിലുള്ള ഗണിക്കത്തെ ഈ 6-ാമത്തെ ആയത്ത് 200 വട്ട ചൊല്ലുണ്ടായിട്ടിക്കടെ. ആയത്ത് ഇങ്ങനെ ആയിട്ടിക്കടെ, ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹക്കീം. ഈ ഒരു ആയത്ത് അസറിൽ പിന്നെ 200 വട്ട 21 മക്കയില്ലാത്ത ആൾമാർ ചൊന്നേണ്ട കണ്ടെങ്കിൽ അള്ളാഹു സ്വാലിഹായ മക്കളെ കൊടുക്കണാണ്ട് ഇടിക്കട്. ഇതിൽ അർത്ഥം ഇങ്ങനെ ഇടിക്കട്, വല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. ഉദ്ദേശിച്ച് ഗണിക്കത്തെ ആൾമാർക്ക് ഗർഭാശയത്തിൽ നല്ല രൂപമുണ്ടാക്കി ഗണിക്കത്തെ മക്കൾ ഉണ്ടാക്കി ഗണിക്കത്തെ യജമാനനായ റബ്ബ് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹക്കീം. അവനല്ലാണ്ട് വേറൊരു ഇലാഹില്ല. അവനായിട്ടിക്കട് വലിയ ഇസ്സത്തുള്ളവനും വലിയ ഹിക്മത്തുള്ളവനും യജമാനനായ റബ്ബായിട്ടിക്കടട്ട് ഈ ഒരു ആയത്ര അർത്ഥം ഇതായിട്ടിക്കടെ. അതേപോലെ പാടുന്ന ചൊന്ന ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ ചൊന്ന ഗണിക്കത്തെ ആ ഒരു ആയത്ത് സാൻ്റെ മേൽ അറബി മഷിൽ എഴുതിയിട്ട് ഒരു തന്നിൽ മായിച്ചിട്ട് കുടിച്ചേണ്ട് കണ്ടെങ്കിലും അങ്ക് അല്ലാഹു തആല ഖൈറായ മക്കളെ കൊടുക്കുടാണ്ടായിട്ടിക്കടെ. മഹാന്മാർ അങ്ങനെ കിതാബിൽ പഠിപ്പാടി തണ്ടത്. അപ്പം ഈ എല്ലാ കാര്യം ആക്കിക്കൊണ്ടിക്ക ദ്വാർന്നോട്ടിക്ക അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം തണ്ടവനായിട്ടിക്കട. അതേ സമയത്തിൽ മക്ക ഉല്ലകടിക്കത്ത ആൾമാർ അങ്ങ് ഓവറായിട്ട് സന്തോഷിക്കട അഗത്യമില്ല. ചില ആൾമാർ മക്കളെ കാണും കൊണ്ടിട്ടായിട്ടിക്കട് നരകത്തുക്ക് പോകേണ്ടത് ഖുർആൻ പഠിപ്പാടി തണ്ട്. ഞങ്ങൾ സാധാരണ ഓതിര സൂറത്തായിട്ടിക്കട് സൂറത്തുൽ കഹ്ഫ് ചൊല്ലകണിക്കത്ത സൂറത്ത്. അതിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെയും ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെയും ചരിത്ര അള്ളാഹു തആല ചുന്തണ്ടത് കാണ്ട് യാത്ര പോയോണ്ടിരിക്കുമ്പോൾ അതാ ഖിദർ നബി അലൈഹിസ്സലാം കൽച്ചോ എന്ന് ഗണിക്കത്ത ഒരു മോൻ്റെ ഒരു കിടാവിടെ കൊന്ന ചരിത്ര കാണ്ട് മൂസാ നബി അലൈഹിസ്സലാം അന്തം വിട്ടുപോയിട്ട് എന്തൊക്കെയായിട്ടിക്കട് ആ ഒരു ചെറുക്കട് നിങ്ങൾ കൊന്നേണ്ടി കേൾക്കുമ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമൊട്ടിക്ക് ചൊന്ന ഇങ്ങനെ ആയിട്ടിക്കട് ഈ ഒരു മോണ് കാരണമായിട്ടിക്കട് ഊൻ്റെ ഉമ്മ ബാപ്പ കുഫുറുക പോകോ അതാ തെറുതപ്പി പോകും കാണമാവിടെ ഉണ്ടായിട്ടിക്കട് അള്ളാഹുക്ക് ഇതൊക്കെ ബദലായിട്ട് നല്ല ഖൈറായ മക്കളെ ആ ഉമ്മ ബാപ്പ കൊടുക്കണാട്ട് അതാ ഖിദർ നബി അലൈഹിസ്സലാം ചൊന്ന് തൻ്റെത് ചൊന്നു കൊടുത്തത് കാണ്ട്. അപ്പം മക്കാൻ ചൊല്ലത് അതൊരു പരീക്ഷണമായിട്ടിക്കട് ആ മക്ക നേരായ തെരുവിൽ ഇല്ലാണ്ട് കണ്ടെങ്കിൽ ആ മക്കളെ കാണണം കൊണ്ടിട്ട് ഉമ്മ ബാപ്പ നരകത്ത് പോകേണ്ട കണിക്കത്തെ സാഹചര്യ സമയത്ത് ഉണ്ടായിട്ടിക്കട് ഈ എല്ലാ ഘട്ടനങ്ങൾ അങ്ങ് പഠിപ്പാട്ടി തണ്ടത്. അതേ സമയത്തിൽ മക്കയില്ലാത്ത കണിക്കത്തെ ആൾമാർ അങ്ങ് സബുറെടുക്കുമ്പോഴത്തേക്കോ അള്ളാഹു തആല വലിയ പ്രതിഫലമായിട്ടിക്കട് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങ് കൊടുക്കേണ്ട പരിശുദ്ധമായ ഖുർആൻ പഠിപ്പാടി തണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കയില്ലാത്ത കണിക്കത്തെ ആൾമാർക്ക് സ്വാലിഹായ മക്കൾ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ള മക്കൾ അള്ളാഹു തആല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആ എത്ര നിങ്ങൾ ഇതിരെ മക്കയില്ലാത്ത കണിക്കത്തെ ആൾമാർ എത്തുപാട്ടി കൊടുക്കറോ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.